ഇനി നമുക്ക് അറിയാനുള്ളത് ഈ ഹൈബ്രിഡ് ഓൺ ഗ്രിഡ് ആൻഡ് ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങളെ പറ്റിയിട്ടാണ്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ധാരണ തരാമോ? ഓൺ ഗ്രിഡ് എന്ന് പറയുമ്പോൾ ഗ്രിഡ് എന്ന് ഉദ്ദേശിക്കുന്ന ആരാണോ നമുക്ക് പവർ സപ്ലൈ തരുന്നത് അതായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ് ഓൺ ഗ്രിഡ് എന്ന് പറയുന്നത്. നമ്മൾ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നില്ല, അതിന് പകരം KCB കൊടുക്കുക ചെയ്യുന്നത് നമ്മുടെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം. ഈ ഓഫ് ഗ്രിഡ് എന്ന് പറയുന്ന സിസ്റ്റമാണ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത്. നമ്മൾ ബാറ്ററി വെക്കുന്നു, നമ്മൾ സ്റ്റോർ ചെയ്യുന്നു, നമ്മളത് എടുക്കുന്നു. അപ്പോൾ ഇതൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ബാറ്ററി ഒരു റിക്കറിങ് എക്സ്പെൻസ് ആണ് നമുക്ക് വരുത്തുന്നത് എപ്പോഴും. കാരണം ബാറ്ററി ഒരു 5 വർഷം കൂടുമ്പോൾ മാറേണ്ട വരുന്നു, റീപ്ലേസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് നമുക്കത് ഒരിക്കലും സോളാർ ലാഭം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നടന്നു പോകും അതിൽ. പിന്നെ നമുക്കിപ്പോൾ നമ്മൾ വീട്ടിലില്ല, നമ്മളിപ്പോൾ ഒരു 2 ദിവസം നമ്മൾ പുറത്ത് പോയിരിക്കുകയാണ്, ബാറ്ററി ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന പവർ വേസ്റ്റ് ആണ്, ലോസ് ആയി പോവുകയാണ്. അപ്പോഴാണ് നമ്മൾ ഓൺ ഗ്രിഡ് വരുന്നത്. ഓൺ ഗ്രിഡ് വന്നപ്പോൾ നമ്മൾ യൂസേജ് ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോറേജ് വേണ്ട, സ്റ്റോറേജ് KCBയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. സ്റ്റോറേജ് അല്ല, വേറൊരു ഫംഗ്ഷനാലിറ്റിയാണ് അതിന് ശരിക്കും വരുന്നത്. പക്ഷെ അങ്ങനെ നമുക്ക് എക്സസ് പവർ നമുക്ക് അങ്ങോട്ടേക്ക് കൊടുക്കാൻ പറ്റും, ആവശ്യമുള്ളപ്പോൾ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് KCBയുടെ പവർ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കപ്പ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന നോർമൽ ഇൻവേർട്ടർ ആയിരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. അപ്പോഴാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും അഡ്വാൻറ്റേജ് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പുതിയ സിസ്റ്റം വന്നാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്.